കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ, ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി അടുത്തു വരുവാനൊക്കെ ദൈവം നമ്മോട് കൃപ ചെയ്തിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ പരിശുദ്ധൻ 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 എന്ന് ദൂതന്മാർ ആർക്കുകയും പാടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സന്നിധിയിലേക്ക് നോക്കുവാൻ, ദൈവിക വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാനും ഒക്കെയായി ദൈവം നമുക്ക് ഇന്ന് ഈ പ്രഭാതവും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കി വെച്ചത് തന്നെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ആ ശമര്യക്കാരി സ്ത്രീയോട് പറയുകയാണ്, ദൈവത്തെ ആരാധിക്കുന്നത് സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടങ്ങളിൽ യാഗങ്ങളിൽ കൂടി, പലവിധമായിരിക്കുന്ന ചടങ്ങുകളിൽ കൂടി, വേഷവിധാനങ്ങളിൽ കൂടി, പ്രത്യേകമായിരിക്കുന്ന അഴകളവുകളിൽ കൂടി ഒക്കെ ദൈവത്തെ ആരാധിച്ച സ്ഥാനത്ത് പുതിയ നിയമത്തിലേക്ക് കർത്താവ് വന്ന് അതിനെല്ലാം നിവർത്തിക്കുന്ന സ്വർഗത്തിൽ ഉള്ള ആരാധനയ്ക്കായി കർത്താവ് പറയുന്നത് പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ആരാധിക്കുന്നവർ പിതാവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ബലത്തോടെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായി കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളെക്കാൾ ഉപരിയായി, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെക്കാളും ഉപരിയായി പിതാവായ ദൈവത്തെ, കർത്താവായിരിക്കുന്ന യേശുവിനെ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ആരാധിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ, ആഴ്ചവട്ടത്തിൻ്റെ 1 നാൾ മറിയ കല്ലറയ്ക്കുള്ളിലേക്ക് ഓടി. ഹല്ലേലൂയ. അവിടെ യേശുവിനെ അടച്ചു വച്ചിരുന്ന കല്ലറയുടെ വാതിൽ, അല്ലെങ്കിൽ ആ കല്ല് ഉരുണ്ട് നീങ്ങി, ദൂതന്മാർ അതിലിരുന്ന് അവനിവിടെ ഇല്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഉയർപ്പിനെ പ്രഘോഷിച്ച ആ വിശുദ്ധ ദിവസം പോലെ കർത്താവെ, ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നു. ഓരോ ദിവസവും മരണത്തിനും പാതാളത്തിനും പിടിച്ചു വയ്ക്കുവാൻ കഴിയാതിരുന്ന, കാൽവരിക്ക് പിടിച്ചു വയ്ക്കുവാൻ കഴിയാതിരുന്ന കർത്താവിൻ്റെ ഉയർപ്പ് ദൈവമേ ലോകമെങ്ങും ദൈവം ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഉയർപ്പിൻ്റെ സന്തോഷം ഉണ്ടാകുവാനായി, ഒന്നിനും, ഒരു രോഗങ്ങൾക്ക്, ഒരു തകർച്ചകൾക്ക്, ഒരു ദൈവമേ അശുദ്ധികൾക്ക് ഒന്നിനും ഞങ്ങളെ പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ, ഒരു ശാപത്തിന് ദൈവമേ, ഒരു പാപത്തിൻ്റെ ബന്ധനങ്ങൾക്ക് ഒന്നിനും ഞങ്ങളെ പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ ക്രിസ്തുയേശുവിൽ ജയോത്സവമായി നടക്കുവാൻ, കാൽവരിയിൽ ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന സകല കയ്യെഴുത്തിനെ മായ്ച്ച് ക്രൂശിൻ്റെ നടുവിൽ തറച്ച് പിശാചിനെ ആയുധവർഗം വായിപ്പിച്ച് അവൻ്റെ മേൽ അവനെ പരസ്യ കാഴ്ചയാക്കി ജയോത്സവം കൊണ്ടാടിയ കർത്താവിൻ്റെ ജയം ഞങ്ങളുടെ ജീവിതത്തിലും ദൈവമേ ആഘോഷിക്കുവാൻ അവിടെ ഇടവരുത്തണമേ. ഇന്നലെ വരെയുള്ള വിലാപങ്ങളെ അവിടെ നിന്ന് മാറ്റണമേ ദൈവമേ. എല്ലാ കരച്ചിലുകൾ നീങ്ങിപ്പോകട്ടെ, എല്ലാ ദുഃഖം നീങ്ങിപ്പോകട്ടെ. അലങ്കാരമാല അണിയിക്കുന്ന ദൈവം, സ്തുതി എന്ന മേലാടെ അണിയിക്കുന്ന ദൈവം, ഹല്ലേലൂയ. അലങ്കാര വസ്ത്രങ്ങളെയും നീതി എന്ന അങ്കിയെയും ഇടിവിക്കുന്ന ദൈവം, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ ഒരു പണി ദൈവമേ ആരംഭിച്ചിരിക്കുകയല്ല, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാളോളം അവിടെ നിന്ന് അതിനെ തികയ്ക്കുമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച, ഹല്ലേലൂയ. വഴിയിൽ ഞങ്ങൾ പട്ടുപോകുവാൻ അനുവദിക്കരുത്, വഴിയിൽ ഞങ്ങൾ ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കരുത്, വഴിയിൽ ഞങ്ങൾ വീണു പോകുവാൻ അനുവദിക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുവാൻ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുവാൻ, അധികം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ഞങ്ങളെ തന്നെ ക്രമീകരിക്കുവാൻ, ഹല്ലേലൂയ. വചനത്തിലും ആത്മാവിൻ്റെ പുതുബലത്തോടും കൂടി ശക്തരായി മാറുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ദൈവമേ, ഞങ്ങൾക്ക് സ്വന്തമല്ലാത്തത്, ഞങ്ങളുടെ ഈ മൺപാത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ഈ ദിവസങ്ങളിൽ കർത്താവെ വർദ്ധിച്ചു വരട്ടെ. ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടുകൂടി ബലപ്പെടട്ടെ. പുറമേയുള്ളവൻ നാൾക്കുനാൾ ക്ഷയിച്ചാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ അകത്തെ മനുഷ്യനിൽ ശക്തമായിട്ട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിനും കുലുക്കി കളയുവാൻ കഴിയാത്ത, ഈ ലോകത്തിൻ്റെ ഒരു പ്രതിസന്ധികൾക്കും തകർത്ത് കളയുവാൻ കഴിയാത്ത രീതിയിൽ ആത്മാവിൽ അകത്തെ മനുഷ്യനിൽ ബലപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ ഈ ദിവസങ്ങളിൽ നിറയപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനവും പരിജ്ഞാനവും പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച, വചനത്തിൻ്റെ ആഴങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് സുവിശേഷ സത്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ, അനേകരിൽ നിന്ന് ദൈവമേ പൈശാചിക ബന്ധനങ്ങളെ അഴിച്ചു കളയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ഈ പ്രിയപ്പെട്ടവർ നിറയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ആരുടെയെങ്കിലും ദൈവമേ അവകാശമല്ല, ഇവരുടെ ഓരോരുത്തരുടെയും കർത്താവെ ദൈവികമായിരിക്കുന്ന അവകാശമായി ആ നന്മകൾ ഏറ്റെടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അങ്ങ് ഇവരെ സഹായിക്കണമേ. അപ്പോൾ ഇന്ന് ലോകമെങ്ങും നടക്കുന്ന എല്ലാ ആരാധനകളിൽ കർത്താവ്
കർത്താവെ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ, വചനത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തികൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ദേശങ്ങളുടെ അവസ്ഥകൾ മാറട്ടെ, ഭവനങ്ങളുടെ അവസ്ഥകൾ മാറട്ടെ, ദൈവിക സമാധാനവും സന്തോഷവും ഭവനത്തിൽ വരട്ടെ, തലമുറകളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ ആഴ്ചകളിൽ ചില പ്രിയപ്പെട്ടവർക്ക് ചില അത്യാവശ്യ കാര്യങ്ങൾ ഈ ആഴ്ച നടന്നേ മതിയാകൂ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കർത്താവെ ദൈവമേ വലിയ മറുപടികളെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശരാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ കർത്താവെ അവിടെ നിന്ന് ഉള്ളം കയ്യിൽ എന്നതുപോലെ മറച്ചു കൊള്ളണമേ. പഠിക്കുവാൻ വേണ്ടി കടന്നു പോയിരിക്കുന്നവർ, ജോലിയുടെ ആവശ്യങ്ങൾക്കായി മറ്റ് പലതരത്തിൽ കർത്താവെ പല രീതിയിലൊക്കെ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പേപ്പർ വർക്കുകളെല്ലാം തക്ക സമയത്ത് നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ഈ യുദ്ധങ്ങളുടെ കെടുതിയിൽ കഴിയുന്നവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ, വിടുവിക്കണമേ. അപ്പച്ച സമാധാനത്തിൻ്റെ ദൈവം തന്നെ സാത്താനെ വേഗത്തിൽ കാൽക്കീഴ ചതച്ച് കളയുവാൻ, മെതിച്ചു കളയുവാൻ ദൈവമേ അവിടെ നിടവരുത്തി. കർത്താവെ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവമേ ഒരു സ്വസ്ഥതയെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നോർത്ത് ഇന്ത്യയിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ സുവിശേഷ വിരോധികൾ പ്രബലരായി ആരാധനകളെ ദൈവമേ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആരാധനാലയങ്ങളെ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഓരോ ഹൃദയങ്ങളിൽ സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ വലിയ കരുതലുകളെ അവിടെ നയിക്കണമേ. യൗവനക്കാരായിരിക്കുന്ന മക്കളുടെ ജീവിതങ്ങളെ കർത്താവെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരണമേ. ദൈവിക സത്യങ്ങളിലും യഹോവ ഭയത്തിലും അവരെ വളർത്തുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സഹോദരിമാരുടെ ഹൃദയങ്ങളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ കർത്താവെ. അവരിൽ കൂടി പുതിയ നന്മകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവിക സൗഖ്യവും വിടുതലും അവിടെ നൽകണമേ. യഹോവ റാഫ, ഞാൻ എന്നെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് അള്ളി ചെയ്തിരിക്കുന്നവൻ, യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം കൊണ്ട് ഓരോരുത്തരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. കർത്താവെ ശരീരത്തിൻ്റെ വലത് ഭാഗത്തൊക്കെയായി അനുഭവിക്കുന്ന ചില വേദനകൾ, മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ടെൻഷനുകൾ യേശുവൻ നാമത്തിൽ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ കർത്താവെ ദുസ്വപ്നങ്ങൾ കണ്ട് ഉണരുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരായി സമാധാനത്തോടുകൂടി ഉറങ്ങുവാൻ ദൈവമേ സഹായിക്കണമേ. ഉറക്കമില്ലാതിരിക്കുന്നവർക്ക് ഉറക്കത്തെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭയവും നിരാശയും ടെൻഷനും ഡിപ്രഷൻ്റെ സ്പിരിറ്റുകളും യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ വിട്ട് മാറിപ്പോകുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. ദൈവമേ യാത്രകളിലൊക്കെ ആയിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്ന്, ദുഷ്ട മനുഷ്യരിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് ഒക്കെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാലെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കൂമി എന്ന് അവളോട് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പല പല അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ദൈവപ്രവർത്തികളെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായി കഴിയും. സൗഖ്യത്തെക്കുറിച്ച് പലതരത്തിൽ മാനസികമായി, ശാരീരികമായി, ഇവൻ മരണത്തിൽ നിന്ന് തന്നെ വിടുവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായി കഴിയും. ഒന്നാമത് ഗദരദേശത്തിൽ കിടന്ന ഭൂതഗ്രസ്തനെ, 6000-ഓളം ഭൂതങ്ങൾ ആവസിച്ചിരുന്ന ഒരു ഭൂതഗ്രസ്തനെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വിടുവിക്കുകയാണ്. അവനെ എല്ലാ രീതിയിലും അവൻ്റെ ആത്മാവിലൊരു സ്വാതന്ത്ര്യത്തെ കർത്താവ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നാം തുടർന്ന് വരുമ്പോൾ അവിടെ ഒരു വള്ളിപ്രമാണിയുടെ മകൾ, ഒരു കുഞ്ഞു മകൾ, അവൾ മരണാസന്നയായി കിടക്കുന്നു എന്ന് ആൾക്കാർ വന്ന് പറഞ്ഞ്, അങ്ങനെ യേശുക്രിസ്തു പോകുന്ന വഴിയിൽ രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ, 12 വർഷമായി രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ അവിടെ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് കുറേ സമയം അങ്ങ് നഷ്ടപ്പെട്ടു. ആ സമയം നഷ്ടപ്പെട്ടു പോകുമ്പോഴേക്കും ഇവിടെ ആ കുഞ്ഞുമകൾ, യായിറോസ് എന്ന പള്ളി പ്രമാണിയുടെ മകൾ, അവൾ മരിച്ചു പോകുന്നുവെന്ന് ആൾക്കാർ വന്ന് പറയുകയാണ്. ഹല്ലേലൂയ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശത്തിലിരിക്കുന്ന കർത്താവ് അത് കേട്ട് കുലുങ്ങിപ്പോയില്ല. ആ മരിച്ചല്ലോ, എന്നാൽ പിന്നെ ഇനി അതുവരെ പോകേണ്ട കാര്യമില്ല എന്ന് കർത്താവ് വിചാരിക്കാതെ അവിടെ കടന്നുപോയി. ആ മുറിക്കുള്ളിൽ, ആ കുഞ്ഞു കിടന്ന മുറിക്കുള്ളിലേക്ക് കടന്നു പോവുകയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ടുപോയി മറ്റുള്ളവരെല്ലാം ആ മുറിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം കർത്താവ് ആ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നു, അവിടെ കൈക്ക് പിടിച്ച് പറയുകയാണ്, ബാലെ എഴുന്നേൽക്ക എന്നർത്ഥമുള്ള തലീഥ കൂമി എന്ന് പറയുന്നു. ആ യഹൂദ രീതി അനുസരിച്ച് ഒരുവൻ മരണപ്പെട്ടാൽ ആ വചനം എഴുതിയ ഒരു പുതപ്പ് അവരുടെ മുകളിലേക്കിടും. ആ വചനത്തിൻ്റെ അടിയിൽ കിടന്ന ആ കുഞ്ഞിനെയാണ് കരം പിടിച്ച് കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത്, തലീഥ കൂമി എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. കർത്താവിന് എന്തു സാധ്യം? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഭൂതത്തിൻ്റെ കയ്യിൽ നിന്ന്, രോഗത്തിൻ്റെ കയ്യിൽ നിന്ന്, മരണത്തിൻ്റെ കയ്യിൽ നിന്ന് സകലതിനെയും വെടിപ്പിപ്പാൻ ശക്തനായിരിക്കുന്ന യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഭവനത്തിലും വരട്ടെ. ആരെങ്കിലും ഇതുപോലെ
മരണത്തിലെന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ലാതെ എവിടെയൊക്കെയോ വീണ് കിടക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ, ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ, വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ, ദൈവപ്രവൃത്തികളുടെ മഹത്വം നിങ്ങളിൽ കൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിലേക്കും ഇറങ്ങി വരട്ടെ. ചുറ്റും നിന്ന് പരിഹസിക്കുന്ന, ചിരിക്കുന്ന, അഭിനയിക്കുന്ന പലരുടെയും മധ്യത്തിൽ ദൈവത്തിൻ്റെ ജീവനെ വഹിക്കുന്നവരായി അവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുവാൻ കർത്താവിൻ്റെ ജീവിപ്പിക്കുന്ന വചനം നിങ്ങളെയും സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.